ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. 88 പോർട്ടലിനെ കുറിച്ചും മെർക്കുറി റിട്രോഗ്രേഡിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 88 പോർട്ടൽ ജൂലൈ 26 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓഗസ്റ്റ് 12 വരെയാണ് പോർട്ടൽ വരുന്നത്. ഓഗസ്റ്റ് 8 പോർട്ടൽ പീക്ക് ടൈമിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ടൽ ടൈമിൽ സൺ സിറിയസ് എന്ന് പറയുന്ന സ്റ്റാറുമായിട്ട് അലൈൻമെൻറ്റിൽ വരുന്നു. ഈ സിറിയസ് സ്റ്റാർ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്. അതുപോലെ തന്നെ കോസ്മിക് എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. സണ്ണും സിറിയസ് സ്റ്റാറും അലൈൻമെൻറ്റിൽ വരുമ്പോൾ ആ ഒരു കോസ്മിക് എനർജി ഭൂമിയിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഈ കോസ്മിക് എനർജിക്ക് ഇൻഡ്യൂഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഉള്ളിൽ ഡിവൈൻ നൽകിയിട്ടുള്ള ഹിഡൻ ഗിഫ്റ്റ്സിനെ അവേക്കൺ ചെയ്യുന്നതിനും ഡീപ്പ് ലെവലിൽ ഹീലിംഗ് ചെയ്യുന്നതിനും വളരെ വലിയ തോതിൽ അബണ്ടൻസ് കൊണ്ടുവരുന്നതിനുമൊക്കെ കഴിയും. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു കോസ്മിക് എനർജിയുമായിട്ട് അലൈൻമെൻറ്റിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനായി അഫർമേഷൻസ് എഴുതണം. ഇന്നു മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അന്നു മുതൽ ഓഗസ്റ്റ് 12 വരെയും നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന 10 അഫർമേഷൻസും എഴുതണം. ഡെയിലി രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ രാത്രിയിലോ നിങ്ങൾ എഴുതുക. ഓക്കെ, ഞാൻ 10 അഫർമേഷൻസും പറയാം. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ട്വിൻ ഫ്ലൈം ജേർണി. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഡിവൈൻ കൗണ്ടർ പാർട്ട്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഡിവൈൻ ഗൈഡൻസ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഡിവൈൻ ലവ്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ബർത്ത്. I am grateful for inner works. I am grateful for healing process. I am grateful for abundance. I am grateful for intuition. I am grateful for nature. ഇവയെല്ലാം നമ്മൾ അത്രയും ഫീൽ ചെയ്തുകൊണ്ട് തന്നെ എഴുതണം. എഴുതിയ പേപ്പറുകൾ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം ഓഗസ്റ്റ് 12 അന്ന് ഈ പേപ്പറുകളെല്ലാം ഒരുമിച്ച് കത്തിച്ച ശേഷം നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്ത് പേപ്പറുകളെല്ലാം ഒരുമിച്ച് കത്തിച്ച ശേഷം ഈ പേപ്പറിനെ ഊതിപ്പറത്തി വിടുക. യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഊതിപ്പറത്തി ആ കത്തിച്ച ചാരത്തെ ഊതിപ്പറത്തി വിടുക. അടുത്ത മെർക്കുറി റിട്രോഗ്രേഡിനെ കുറിച്ച് പറയാം. ഈ മെർക്കുറി റിട്രോഗ്രേഡ് കാർമിക്സിൻ്റെ റിലീസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കാർമിക്സ് റിലീസായി പോകാതെ അവർ ഒരുപാട് ട്രിഗേഴ്സ് തരാനുള്ള ചാൻസസ് ഉണ്ട്. പെയിൻഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്കൊന്ന് റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോപ്പണോപ്പണോ പ്രെയർ ചെയ്യാവുന്നതാണ്. ആ ഒരു ഹോപ്പണോപ്പണോ പ്രെയർ നമ്മൾ ഡിവൈനിലേക്കാണ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ കർമാസാണ് നമ്മൾ ഈ ജന്മങ്ങളിൽ ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഡിവൈനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർഗീവ്നെസ് ചോദിക്കുന്നു. അതിങ്ങനെ ഞാൻ പറയുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ പറയണം. ഐ ലവ് യു ഡിവൈൻ. താങ്ക് യു ഡിവൈൻ. ഐ എം സോറി ഡിവൈൻ. പ്ലീസ് ഫോർഗീവ് മീ ഡിവൈൻ. ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം. ഞാൻ എൻ്റെ ഈ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ആത്മാവ് കൊണ്ടോ ഈ ഒരു ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഏതൊരു വ്യക്തിയോടോ ഏതൊരു ആത്മാവിനോടോ എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ഡിവൈൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹോപ്പണോപ്പണോ പ്രെയർ 21 തവണ ഒരു ദിവസം 21 തവണ 21 ദിവസം ചെയ്യണം. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ 21 ദിവസം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു കാർമിക് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു കാർമിക് റിലീസായി പോകുന്നതിനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു സൈഡിൽ കാർമിക് റിലീസാകുന്നു, മറ്റൊരു സൈഡിൽ അവേക്കനിങ് സംഭവിക്കുന്നു. ഇത് DMsന് ഉള്ള ഒരു അവേക്കനിങ് ടൈം കൂടിയാണ്. അപ്പോൾ DFs കൃത്യമായിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അവരുടെ DMന് ഒരു അവേക്കനിങ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടിയാണ്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.